ഹലോ ഹലോ മോളെ, നീ എവിടെയാ? ആ എന്താ ചേച്ചി, ഞാൻ വീട്ടിലുണ്ട്. ഓൾ ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ എന്താ പ്രശ്നം? ഓൾ ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ വന്നിട്ട് പറയാം. ആ ശരി. ചേച്ചി വിഷമിക്കാതെ, ഞാൻ അവളോട് സംസാരിച്ച് നോക്കട്ടെ. ചിന്നു, നിനക്കിത് എന്താ പറ്റി? ഇതെന്തൊരു കോലവാ? തൊടണ്ട. എന്നോടും പിണക്കമാണോ? എന്നാലും നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നീ എന്നോട് നിന്റെ അഫയറിന്റെ കാര്യം എന്താ പറയാഞ്ഞേ? പറണ്ടെന്തിനാ? ആഹാ, പറഞ്ഞാലല്ലേ അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തില്ല എന്ത് ഇത്ര വലിയ തെറ്റ്? എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അഫയർ, പിന്നെ എനിക്ക് എന്തായാലും? ചിന്നു, നീ ഇപ്പം പഠിക്കുന്നത് +1, അവൻ പഠിക്കുന്നത് +2. ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് തന്നെ പ്രേമിക്കാനുള്ള. അതിന് ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഈ സമയത്ത് നമുക്ക് അതിനുള്ള ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് കാരണം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തത്തില്ല. എന്നിട്ട് അമ്മ എന്നെ അടിച്ചല്ലോ, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ കുഞ്ഞമ്മയുടെ കൂടെ വരുവാ. കുഞ്ഞമ്മയുടെ കൂടെ വന്നോ? പക്ഷെ അമ്മയോട് പിണങ്ങിയിട്ട് വേണ്ട. നിന്റെ അമ്മയുടെ നെറ്റിയിലൊരു പാട് നീ കണ്ടിട്ടുണ്ടോ? എന്തു പറ്റിയാന്ന് നിനക്കറിയാവോ? നിനക്ക് 5 വയസ്സുള്ളപ്പം നീ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു. അത് വാങ്ങിച്ചു തരാത്തതിന് നീ ഒരു ഫ്ലവർ വൈസ് എടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. അങ്ങനെ നെറ്റി പൊട്ടിയ പാടാ കിടക്കുന്നത്. അവരെ നീ വേദനിപ്പിച്ചപ്പം അവർ നിന്നെ ഇട്ടിട്ട് പോയോ? ഇല്ലല്ലോ. നിന്റെ അമ്മ നിന്നെ അടിച്ചത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെൺപിള്ളേർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് സന്തോഷം കൊടുക്കാൻ നോക്ക്. പിന്നീട് ഈ നിമിഷത്തെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അമ്മ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതോ? ഫോൺ നിനക്ക് വാങ്ങി തന്നതാരാ? അമ്മ. അമ്മ എന്തിനാ അത് എറിഞ്ഞു പൊട്ടിച്ചേ? നീ അന്ന് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നീ സ്കൂൾ വിട്ട ഒരു നിമിഷം പോലും കളയാതെ വീട്ടിലെത്തുമായിരുന്നു. നിനക്കറിയാം നിന്റെ അമ്മ ചായയും പലഹാരവുമായിട്ട് വീട്ടിൽ കാത്തിരിക്കുകയെന്ന്. വന്നിരുന്ന് സ്കൂളിൽ അന്ന് നടന്ന എല്ലാ വിശേഷവും പങ്കുവെച്ചിട്ടേ നീ നിന്റെ റൂമിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നിന്റെ അമ്മയ്ക്ക് എന്തു വേണ്ടി സന്തോഷം കൊടുത്തിട്ടുണ്ടെന്നറിയാവോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും നിന്റെ അമ്മ നിനക്ക് വാരിയാ തന്നുകൊണ്ടിരുന്നേ. നീ തിരിച്ചും വാരി കൊടുക്കാറുണ്ട്. അങ്ങനെ സ്നേഹം പങ്കുവയ്ക്കുന്നത് തന്നെ ഒരു സുഖമല്ലേ മോളെ? നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ അമ്മ നിന്റെ അടുത്ത് വന്നിരുന്ന് നിന്നെ തലോടി നിന്നെ ഉമ്മ വെച്ച് നിന്നോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ തിരിച്ചു പോകാറുള്ളൂ. ചില സമയം നീ നിന്റെ അമ്മയെ വിടാറ് പോലുമില്ല, കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറയും. നീ ഇപ്പോഴെങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ നിന്നോ വൈകിയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയെ നീ മൈൻഡ് കൂടി ചെയ്യാറില്ല. നിന്റെ അമ്മയുടെ വേദന നീ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കഴിക്കാൻ വിളിച്ചാലോ നീ നിന്റെ കാമുകൻ്റെ കൂടെ ശൃംഗരിച്ചുകൊണ്ടിരിക്കും. എന്തിന്? ആഹാരം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവും. നിന്റെ അമ്മേനെ നീ ഒറ്റപ്പെടുത്തി. ആ സമയത്ത് നിന്റെ അമ്മ എത്ര വേദനിച്ചു നിനക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു. നീ അതൊക്കെ മറന്നു കാണും. നിന്റെ അമ്മയെ നീ ഒറ്റപ്പെടുത്തുമായിരുന്നു ചിന്നു ഈ വീട്ടിൽ. പ്രേമിക്കുന്നതൊക്കെ ഈ പ്രായത്തിൽ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേര് പഠിത്തത്തിൽ ഉഴപ്പുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി അടക്കുക, ഇങ്ങനെ റൂമിൽ കയറി കഥ അടച്ചിരിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഇനി കുഞ്ഞമ്മയുടെ പൊന്നുമോള് മുടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നേ. നിന്നെ പോലുള്ള പിള്ളേരിങ്ങനെ ഒരാളിലേക്ക് ഒതുങ്ങി കൂടിയാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നുമോളെ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ വകയല്ല, നിൻ്റെ അമ്മയുടെ വകയാ. പിന്നെ ഇതിൻ്റെ മറ്റവനെ വിളിക്കാനല്ല, നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പം അമ്മയോടൊരു സോറിയൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ വേഗം എഴുന്നേറ്റ് വാ. കുഞ്ഞമ്മ, നീ മറ്റൊരു ലോകത്തേക്ക് പോയപ്പം നീ നിൻ്റെ അമ്മേനെ ഒറ്റപ്പെടുത്തിയത്. വന്ന് സോറി പറ. വാ വാ. അമ്മ 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 സോറി. കണ്ടില്ലേ, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് ക്ഷമിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും നമ്മളോട് ക്ഷമിക്കില്ല. അതുപോലെ നമ്മുടെ മക്കളെ നമ്മളെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മളും വന്നതെന്ന് ഓർക്കണം.
പരസ്പരം സുഹൃത്തുക്കളെ പോലെ തുറന്ന് സംസാരിക്കുക. പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും. വിജയേട്ടാ, ഈ വീഡിയോ കണ്ടല്ലോ. വിജയേട്ടൻ അറിയാം, ഞങ്ങൾ പല വീഡിയോസ് ഇറക്കാറുണ്ട്, കോമഡി ഇറക്കാറുണ്ട്, ഇൻഫോർമേഷൻ ഉള്ള വീഡിയോസ് ഇറക്കാറുണ്ട്. പക്ഷേ ഈ വീഡിയോ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ തന്നെ ഒരു വ്യൂവർ അയച്ചു തന്നൊരു ആശയം ഡെവലപ്പ് ചെയ്ത് ഇറക്കിയതാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം, ഞാൻ പലതവണ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ എന്താ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നേ? ഈ ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഒരു ഉത്തരമുണ്ട്. എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് തലയ്ക്ക് പിടിച്ചാൽ എന്ന്. തീർച്ചയായും ഇത് തലയ്ക്ക് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ സ്ട്രക്ചറിനെയും ഫങ്ഷനെയും അത് ബാധിക്കേണ്ടതുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, തലയ്ക്ക് പിടിക്കാറുണ്ട്. ആധുനികമായിട്ടുള്ള ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് മദ്യാസക്തിയും പ്രേമാസക്തിയും ഒരേപോലെയാണെന്നാണ്. അത് തലച്ചോറിൻ്റെ പാറ്റേണിനെ തന്നെ മാറ്റുന്നു, അതിൻ്റെ സ്ട്രക്ചറിനെയും ഫങ്ഷനെയും മാറ്റുന്നു എന്നുള്ളതാണ്. അത് അപ്രകാരം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ആകപ്പെടുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്ന ന്യൂറൽ കണക്ഷൻസ് ആ രീതിയിലാണ്. അതുകൊണ്ട് അവിടെ ഒരു ഇമോഷണൽ തിങ്കിങ് ആണ് ഉണ്ടാകുന്നത്. റാഷണലായിട്ട് യുക്തിപരമായിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാതെ വരും. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ. ഇപ്പം മാതാപിതാക്കൾ അത് ഉപദേശിക്കാറുണ്ടല്ലോ, പക്ഷെ ഇതൊരു ചെവിക്കൊള്ളാറില്ല. അതാ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തെന്ന് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. അല്ല, രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയൊക്കെ ഉണ്ട്. അതെ, പറയാൻ കാരണം രോഗമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഉപദേശിച്ച് മാറ്റാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ മറ്റൊരു കാര്യം ആദ്യമേ പറയട്ടെ. നമുക്കൊരാളോട് പ്രണയം തോന്നുക എന്നൊക്കെയുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു മെക്കാനിസം തന്നെ. എന്നാൽ അതുകൊണ്ട് തന്നെ ഒരാളെ പ്രണയിക്കുക എന്നുള്ളത് തെറ്റല്ല. പക്ഷേ അത് എപ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡിക്റ്റായി മാറുക, അഡിക്ഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. അഡിക്ഷൻ സംഭവിക്കുക എന്നുള്ള പറയുന്നിടത്താണ് അതൊരു രോഗമായിട്ട് ഇന്ന് കണക്കാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അത് ഈ അഡിക്ഷൻ്റെ ഒരു ലക്ഷണം ഇതെങ്ങനെയാണ്? ഇത് പ്രേമാസക്തിയാണോ അതോ തെളിമയാർന്ന? അത് തന്നെ ചേട്ടാ, ഈ വീഡിയോ ഇപ്പം ചേട്ടൻ കണ്ടല്ലോ, അത് തന്നെ ബേസ് ചെയ്ത് പറയാമല്ലോ ചേട്ടൻ. അതിനെ ബേസ് ചെയ്ത് ഞാൻ പറയാം, അത് തന്നെ പറയാം. അപ്പോൾ ഇതിന് ചില പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഇതിപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടതിൽ നിന്ന് കാണുന്നത് അതൊരു പ്രായക്കാരിയുടേതായ ഒരു പ്രശ്നങ്ങളാണ്. അതൊരു ഹോർമോൺ ചേഞ്ചിൻ്റെ വ്യതിയാനത്തിൽ ഈ പ്രായത്തിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് അഡിക്ഷൻ എന്നൊരു പദം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രായഭേദമില്ല. ഈ അഡിക്ഷൻ്റെ കാര്യത്തിൽ ഒരു പ്രായഭേദം ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് അഡിക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപദേശം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ എത്ര അടി കിട്ടിയാലും, ഇപ്പോൾ ആ കുട്ടി തന്നെ മൊബൈൽ സ്കൂൾ വിട്ട് വരുമ്പോൾ മൊബൈൽ തുള്ളിച്ചാടി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു പക്ഷേക്ക് സ്കൂളുകളിൽ മൊബൈൽ ഉപയോഗിക്കത്തില്ലെങ്കിലും അത് ഒളിപ്പിച്ച് എത്ര റിസ്ക് എടുത്തും അത് ബാഗിലൊക്കെ ഒളിപ്പിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അതായത് ഇങ്ങനൊരു അഡിക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് വിപത്ത് വരും എന്ന വരുംവരായികളെക്കുറിച്ച് ഒന്നും ഇവർ ചിന്തിക്കത്തില്ല. എന്ത് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അപ്പോൾ അത് തന്നെ വരുന്ന കുട്ടിയുടെ കയ്യിലൊരു മൊബൈൽ കാണും. നമ്മളേക്കും സ്കൂളിൽ പോകുമ്പോൾ മൊബൈൽ എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ചോദ്യം നമ്മൾ ഒരു പക്ഷേ ഉണ്ടായി കാണും. പക്ഷേ അവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈൽ വളരെ ഗോപ്യമായി വെച്ചുകൊണ്ടായിരിക്കാം സ്കൂളിൽ അത് പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അറിയേണ്ട തുള്ളിച്ചാടി വരുന്ന അത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ഇത് ഇൻടോക്സിക്കേഷൻ്റെ ആദ്യ ഘട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളിച്ചാട്ടവും എന്തെന്നില്ലാത്തൊരു പ്രസരിപ്പും ഊർജ്ജവും ജീവിതത്തിന് വളരെ അർത്ഥം ലഭിച്ചതായും അതുകൊണ്ട് തന്നെ ഇത് വളരെ ആവശ്യമാണെന്നൊരു തോന്നൽ വരും. ആ ഘട്ടത്തിൽ നമ്മളെല്ലാം പറയാറുണ്ട്, പെണ്ണ് നിലത്തും താഴെയൊന്നുമില്ല, തുള്ളിച്ചാടിയാണല്ലോ നടക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വരവിൻ്റെ അകത്ത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ തുള്ളിച്ചാടി വന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊരു രസം കിട്ടുന്നു എന്നറിയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഇൻടോക്സിക്കേഷൻ സംഭവിക്കും. ചേട്ടാ, ഇടയ്ക്ക് ചോദിച്ചോട്ടെ, പാറു ഇതിനിടയ്ക്ക് ഒരു ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞു, അതാണ് പറഞ്ഞത്. നമ്മുടെ തലച്ചോറിന് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് സമയത്തിന് ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും നമുക്കൊരു തുടർന്ന് നടക്കേണ്ട പ്രവൃത്തിക്ക് നമ്മളെ അത് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി തലച്ചോറിൽ സ്വാഭാവികമായ ഒരു റിവാർഡ് സിസ്റ്റമുണ്ട്. അപ്പോൾ നമുക്ക് സുഖദായകമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് സുഖം പകരുന്നു, ആനന്ദം പകരുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും അവിടെ നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിന് ഒരു ചേഞ്ച് സംഭവിക്കും. ഡോപ്പമൈൻ്റെ സെക്രീഷൻ അവിടെ ഉണ്ടാകും.
ഇവിടെ പ്രണയത്തിൻ്റെ കാര്യം പറയുമ്പം പലതരത്തിലുള്ള ഹോർമോണുകൾ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ദ്രവങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഹോർമോൺ എന്ന് പറയുന്നത്. സാധാരണ തലച്ചോറിൻ്റെ ഇതായിട്ട് പറയുമ്പോൾ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് അത് പറയുന്നത് നമ്മുടെ സിനാപ്സിൻ്റെ അതിൻ്റെ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ആ ദ്രവം ഓക്സിറ്റോസിനും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഇൻടോക്സിക്കേഷൻ ലഭിക്കുന്നതിന്, ഒരു സുഖം ലഭിക്കുന്നതിന് ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു സെക്രീഷൻ വളരെ കൂടുതലായിരിക്കും. മദ്യത്തിലും ഇതുപോലെ തന്നെ. ആ പ്രായക്കാർക്കാണോ അതോ പ്രായമെന്നല്ല, നമുക്ക് താല്പര്യം ഉണർത്തുന്ന, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പരിണാമപരമായി പരിണമിച്ച് വന്നിട്ടുള്ള, അതിജീവിച്ച് വന്നിട്ടുള്ള ജീവിവർഗമാണല്ലോ എല്ലാ മനുഷ്യവർഗം ഉൾപ്പെടെയുള്ള ജീവിവർഗം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ പരിണാമപരമായിട്ടുള്ള ആ നിലനിൽപ്പിൻ്റെ ഒരു സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗം കൂടിയാണ് പ്രണയമെന്ന് പറയുന്നത്. ഈ പ്രണയം, അതിൽ നിന്നും ഒരു സുഖം ലഭിക്കുന്നു, ആ സുഖം ശരീരം ഡിമാൻഡ് ചെയ്യുന്നു. നമ്മുടെ പാറ്റേൺ അത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈ ഡോപ്പമൈൻ നമുക്ക് സുഖം ഉണ്ടാകും. പക്ഷേ ഒരു പ്രശ്നം എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോപ്പമൈൻ്റെ അളവ് ധാരാളം തലച്ചോറിൽ ഉണ്ടാകുമ്പോൾ ഇതിനെ ഒന്ന് താഴ്ത്താൻ വേണ്ടി തലച്ചോറ് സ്വാഭാവികമായി ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഒരു 10 മിനിറ്റ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖം ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ അളവ് തലച്ചോറൊന്ന് താഴ്ത്തുന്നത് കൊണ്ട് നമുക്ക് അത്രയും സമയം പോരാ, ചിലപ്പോൾ മണിക്കൂറുകളൊരുന്നാലേ പഴയ സുഖം കിട്ടും. അപ്പോൾ അങ്ങനെ ടോളറൻസ് ലെവൽ വർദ്ധിക്കും. അപ്പം ഈ പറയുന്ന മദ്യത്തിൽ ഇതുപോലെ തന്നെ ടോളറൻസ് വർദ്ധിക്കും. ടോളറൻസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് സ്വാഭാവികമായും അതിൻ്റെ അളവൊന്ന് കുറച്ച് കഴിയുമ്പം കൂടുതൽ ആ സുഖത്തിലേക്ക്, പഴയ സുഖത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടുതൽ സമയം അവരെടുക്കും.